ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ആളുകൾക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ മുഴുവനായി ഇരുന്ന് കാണണം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണിത്. വെള്ളമൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കുകയാണ്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ചായിട്ട് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ അധികം തിക്കാവാൻ പാടില്ല. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇതളുകൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കോൺഫ്ലോറും മൈദയും ചേർക്കാനുണ്ട്. എല്ലാം ഒരുമിച്ച് ചേർക്കുന്നതിൽ നല്ലത് ആദ്യം കുറച്ച് പൊടികൾ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമതും ചേർക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയുമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ കോളിഫ്ലവറിൽ ഇതേപോലെ കോട്ട് ചെയ്തിരിക്കും. ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട. നമുക്ക് വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഓരോ ഇതളുകളായിട്ട് കോളിഫ്ലവർ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ കളറൊന്ന് മാറുകയേ വേണ്ടൂ. നമുക്ക് എടുത്തു മാറ്റാം. ഞാനിവിടെ ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഫ്രൈ ചെയ്യുമ്പോൾ കളറൊന്ന് മാറി വരികയേ വേണ്ടൂ. ഈ ഒരു പാകത്തിൽ, അതായത് കോളിഫ്ലവറിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഇതളുകളൊക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ഫ്രൈ ചെയ്യണം. അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടോടുകൂടി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ ഇതളുകൾ നമുക്ക് ചൂടോടുകൂടി ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിരിക്കും. അങ്ങനെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കൂടെ 2 പച്ചമുളക് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട്. അപ്പോൾ 1-2 മിനിറ്റിന് ശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 3 സോസുകളാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. അപ്പോൾ 3 സോസും ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തതാണിത്. അപ്പോൾ സോസുകൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോസുകൾ ചേർത്തിയുടൻ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചുടൻ തന്നെ നന്നായിട്ട് തിളച്ച് തുടങ്ങും. തിളച്ച് വരുമ്പോൾ നമുക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു പാകത്തിലാണ് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്